കേരളത്തിലെ CPM എത്ര കാടൻ സംസ്കാരമാണ്, വളരെ അക്രമ സംസ്കാരമാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാളുടെ പുസ്തകം, ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ ആ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അത് ചെയ്തത്. ഇത്രയും ഹീനമായ കൃത്യം ചെയ്യുന്ന അത്രയും നിലവാര തകർച്ച കേരളത്തിലെ CPM-ന് വന്നു കഴിഞ്ഞു. കാരണം ഞാൻ ചോദിക്കട്ടെ, എന്നാൽ BJP-യും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല, പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയല്ലേ? അസഹിഷ്ണുത. അപ്പൊ BJP-യും സംഘപരിവാറും സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. കേരളം ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. അതും MN വിജയൻ മാഷെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകനാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ മുഴുവൻ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി. ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ സഹയാത്രികർ ഞങ്ങളുടെ കൂടെയാണ്. കാരണം ഇവർ ഇടതുപക്ഷമല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ് എന്നുള്ള തിരിച്ചറിവ് 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി നടക്കുന്ന ആളുകൾക്ക് വരെ ബോധ്യമുണ്ടായി. MN വിജയൻ മാഷ് ഇത് വിമർശിക്കാൻ അന്ന് ധൈര്യം കാട്ടിയ ഒരാളാണ്. അദ്ദേഹം എന്തുമാത്രം പാർട്ടിയുമായി ബന്ധപ്പെട്ട വേദികളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. അതേ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഒരു പുസ്തക പ്രകാശനം നടത്തിയാൽ, ഒരു പുസ്തകം ഏറ്റുവാങ്ങിയാൽ നിന്നെ കൊല്ലും എന്ന് CPM പറയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം. ഇത് ചെയ്ത ആളുകൾക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഒരാളെയും കൊല്ലില്ല, ഒരാളും. ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്, പേടിപ്പിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ആണതേ ബ്രണ്ടൻ കോളേജ്. ഞാൻ പറഞ്ഞത് CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മുടെ ഒരു തലമുറ വളർന്നു വരികയാണ് കേരളത്തിൽ, അല്ലേ? അടുത്തൊരു തലമുറ വളർന്നു വരികയാണ്. അവരോട് സംസ്ഥാനം ഭരിക്കുന്ന 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അസഹിഷ്ണുതയാണ് കൊടുക്കുന്നത്. ഞങ്ങളെ ചോദ്യം ചെയ്താൽ, ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ഇതാണ് ഗതി. വീടിൻ്റെ മുമ്പിൽ റീത്ത്, എന്നെ കൊല്ലുമെന്നാണ്. എന്നെ കൊല്ലുമെന്നല്ല എൻ്റെ അർത്ഥം. വീടിൻ്റെ മുമ്പിൽ റീത്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ മെസ്സേജ്? അത് എത്ര അധപ്പതിച്ചിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് പറഞ്ഞത്. ഫണ്ട് തട്ടിച്ചവനെതിരെയല്ല നടപടിയെടുത്തത്, ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടിയെടുത്തത്. ഇത് തന്നെ അഭിമന്യുവിൻ്റെ കേസിൽ വന്നില്ലേ? ഇത് തന്നെ തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ കേസിൽ വന്നില്ലേ? വിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസിൽ ചേർന്നത്. അതായത് CPM-ന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബാംഗങ്ങൾ കോൺഗ്രസിൽ ചേർന്നു. അതായത് CPM-ന് വേണ്ടി രക്തസാക്ഷി അവരുടെ കുടുംബങ്ങൾ പോലും ഇവരെ വെറുക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. വെറുക്കുന്നു. കാരണം അവരാ തട്ടിപ്പ് നടത്തിയ ആളെ രക്തസാക്ഷി ഫണ്ട്. ഞാനതാണ് ചോദിച്ചത്, രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെ, CPM-ന് ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ. അപ്പോൾ പിരിവ് തുടങ്ങിയാണ്. എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ ഭാഗം അവർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ മുഴുവൻ ഇവർ മാറ്റുകയാണ് എല്ലാ കേസിലും. അതെല്ലാം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് MP-മാരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അവരെല്ലാം ACC അംഗങ്ങളും അതിനൊരു പോളിസിയാണ്. അല്ല, അതൊക്കെ ഞങ്ങളുടെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ തീരുമ്പോൾ ഞങ്ങളത് പ്രഖ്യാപിക്കും. അല്ല, അതൊന്നും ഞങ്ങളിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം, അത് ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച തീർന്നിട്ട് ഏതെല്ലാം ഘടകകക്ഷികൾക്ക് ഏതെല്ലാം സീറ്റാണ്, കോൺഗ്രസിന് ഏതെല്ലാം സീറ്റാണെന്നൊരു ഫൈനൽ ഡിക്ലറേഷൻ ഉണ്ടാവും. അത് ഈ തെരഞ്ഞെടുപ്പ് വൈകി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഡിലേ ചെയ്യിപ്പിച്ചാണ് പല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ 24 അവസരം തീർക്കുക. ചില കക്ഷികളായിട്ടുള്ള ചർച്ചകളൊക്കെ തീർന്നു കഴിഞ്ഞു. അതിപ്പോൾ നിങ്ങളോട് പറയാറായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ വ്യക്തികളുമായിട്ടോ സംഘടനകളുമായിട്ടോ നടക്കുന്ന ചർച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും. ആദ്യം നിങ്ങളോടേ പറയുള്ളൂ, എന്നിട്ടേ പുറത്തു പോലും പറയുള്ളൂ. അല്ല, അതിന് CPM-ന്റെ നയങ്ങളോട് അതിശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി അവിടെ നിന്ന് വരുന്നവരിൽ കോൺഗ്രസിൽ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്?
തീർച്ചയായിട്ടും സ്വീകരിക്കും. അതും കേരളത്തെ അപമാനിക്കുകയോ കേരളത്തിന് ദോഷകരമായ ബാധിക്കുകയോ കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക് തകർക്കുകയോ ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതിനെ ശക്തിയായി എതിർക്കും. അതാ പറഞ്ഞ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. തകർത്ത് അതിനെ എതിർക്കും നമ്മൾ. കേരളത്തെ അതല്ലേ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ എതിർക്കുന്ന എന്ത് വന്നാലും നമ്മൾ അതിനെ എതിർക്കും, ശക്തിയായി എതിർക്കും. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ. അത് ഞങ്ങൾ വളരെ വിശദീകരിച്ചല്ലോ. അവസാനം വ്യവസായ മന്ത്രി അതിന് മറുപടി പറയാതെ ഓടിയല്ലോ. അതായത് ഈ മീഡിയം സ്കെയിൽ സ്മോൾ സ്കെയിൽ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ലിസ്റ്റിൽ വന്നു. ആ മൈക്രോ ലെവൽ സംരംഭങ്ങൾ കൂടി ഇതിൻ്റെ ലിസ്റ്റിൽ വന്നു. ഇതിൻ്റെ ഡെഫിനിഷൻ മാറി. അപ്പോൾ കേരളത്തിലെ പെട്ടിക്കടകളും സാധാരണ കടകളും എല്ലാം കൂടി വന്നപ്പോൾ അതിൻ്റെ കണക്കെടുത്തിട്ടാണ് ഈ പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കട്ടെ, 3 ലക്ഷം സംരംഭങ്ങൾ പുതിയതായി കേരളത്തിൽ വന്നെങ്കിൽ എത്ര കോടി GST കേരളത്തിന് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട്? എത്ര GST രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട്? സിമ്പിൾ ചോദ്യമാണ്. ചുമ്മാ അല്ല, ഞങ്ങൾ പറഞ്ഞത് അതല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഇവര് വന്ന് ഞങ്ങളെ കണ്ടിരുന്നു ഒരു കൊല്ലം മുമ്പ്. അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അവര് നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. നാളെ നമ്മളെ വന്നുകണ്ട് അത് കണ്ട് പറഞ്ഞ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അത് പെട്ടെന്ന് വേഗത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ദുരൂഹത ആരോപിക്കപ്പെടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. കേൾക്ക് ആണെന്ന് പറഞ്ഞത്. അപ്പൊ മന്ത്രി എന്താ പറഞ്ഞത്? പ്രതിപക്ഷത്തിനും കൂടി അറിയാമായിരുന്നു. ഇടതുപക്ഷത്തിന് LDFിനെ കൺവീനർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെങ്ങനെ അറിയണം ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം? എങ്ങനെയാ അറിയുന്നത് ചെയ്യാൻ പോകുന്ന കാര്യം? അത് ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അല്ലെന്നേ ഞങ്ങളോട് വന്ന് പറയേണ്ട ബാറുകാരല്ലല്ലോ. ആണോ? അല്ല, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക. ബാറുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഒരു കൊല്ലം മുമ്പ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു മൂവ്മെന്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായ? ഞങ്ങളോട് പറയേണ്ട ബാറുകാരല്ലല്ലോ. പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അപ്പൊ മന്ത്രിയാണ് ബാറുകാരെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയും. ഞങ്ങൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഓർഡർ എല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യണ്ടേ. ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ലോ. ഏതൊക്കെയാണ് എതിർക്കേണ്ട പോയിന്റ്, എതിർപ്പില്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയും. അല്ല, അതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവരെ ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അവരെ ഉപദ്രവിക്കരുതെന്നാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ PR കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ്. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ ദിവസവും 20 റീൽസും 10 കാർഡും എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ എല്ലാത്തിലും എൻ്റെ ഫോട്ടോയും ഉണ്ട്. ചിലപ്പോൾ ഇത്തിരി വികൃതമായിട്ടുള്ള പടമൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് മാറ്റി ഷേപ്പൊക്കെ മാറ്റി ഇടണ്ടെങ്കിലും അവരെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് CPM നേതൃത്വത്തോട് പറയാനുള്ളത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും ചെയ്യുന്നില്ല ഇത്. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്, പാർട്ടിയുടെ. അത് നമ്മൾ പറയണ്ട. അവരുടെ അടുത്ത് സോഷ്യൽ മീഡിയ ആരെ ഏൽപ്പിക്കണം, ആരെ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ആഗ്രഹം അവരെ മാറ്റരുതെന്നാണ്. കാരണം അവരാണ് നമ്മളിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്.